ഡേച്ചുട്ടി ഗ്രിഡിൽ ഏതോ വണ്ടി ഉണ്ടല്ലോ, ഏതോ റേസിംഗ് ബൈക്ക് ഉണ്ട്. മാഡത്തിന് ഓർമ്മയുണ്ട് കേട്ടോ, അവിടെ വന്നിട്ട് കുറേ ദിവസമായി. റേസിന് പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. ഗ്രിഡാണ്, ഗ്രിഡ്, റേസിംഗ് ഗ്രിഡ്. നേരെ പൂളിൻ്റെ അടുത്തേക്ക് എത്ര കാലം കഴിഞ്ഞാലും പോയി എത്ര കാലം കഴിഞ്ഞ് വന്നാലും അവൾക്ക് ഓർമ്മയുണ്ടാവും. നോക്ക് നോക്ക്, ഹലോ ഹലോ, വാ വാ, ഞങ്ങൾ പോവാണേ. രണ്ടുപേരും ഓടി വരുന്നുണ്ട്. ഡേസുട്ടിയുടെ ഒച്ച ഇട്ടിട്ട് കച്ചര നോക്ക്, ഓടിപ്പോടെ നോക്ക്, കളിപ്പേട്. ഞങ്ങളെ കൂടെ വിടും കളിക്കാൻ. എന്താണ് ഹലോ, ഓ എന്താണ് അതെ അതെ, എല്ലാവരും കറിയുണ്ടല്ലോ. ഡേച്ചിനെ കണ്ടിട്ടാണോ? നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പെറ്റ് സ്റ്റോപ്പാണ്, ബോർഡിങ് മാത്രമേ ഉള്ളൂ. ഡേസുട്ടി ഇത് കുണുങ്ങി കുണുങ്ങി ഓടി നടന്ന് കളിച്ച സ്ഥലമാണേ അത്. ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ പോവാം, പക്ഷേ ഈ ഡേറ്റ് വരില്ലാന്ന് തോന്നുന്നു സ്വിമ്മിങ് പൂളിൻ്റെ അടുത്തേക്ക്. അതെ, തപ്പി നടക്കുക കേട്ടോ. വാ, വന്ന് തുറന്ന് താന്ന് പറയാൻ വേണ്ടിയിട്ട്. കണ്ട നോക്കി, അതാ 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 ചെയ്ത് നോക്കും നോക്കാം, ഒരു പിന്നാലെ പോയി. കുശുമ്പി അത് കുശുമ്പി പ്രോ മാക്സ്. അച്ചോടാ, നീ മാറിയിരിക്കോ, ഞങ്ങൾ കൊച്ചട്ടെ. അവര് തുടർന്ന് ശരി, വേണ്ട പോട്ടെ. ഇങ്ങനെ ഒരു കുശുമ്പി പെണ്ണ് പാവങ്ങളുണ്ട്. അവള് പോയി, അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ, വിളിക്ക വാങ്ങോട്ടെ. അത് ആക്രാന്ത് പേടിയുണ്ട്. ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന. ഓ അവൾക്ക് ഇച്ചിരി നീളം കൂടിയപ്പോ അമ്പുച്ചേ. अभी इधर से निकलने के लिए हाइट ज़्यादा है। हाँ, थोड़ा हाइट इसका ज़्यादा है, निकलने के लिए दिक्कत होती है उसको बाहर आने के लिए. സ്പീഡിൽ എല്ലാം ഫുൾ എനർജി കൊടുത്തിട്ട് നീന്തൽ ആശയത്തി. നല്ല കാറ്റാട്ടോ. ഇവിടെ ജാമുൻ്റെ, നമ്മുടെ ഞാവളം പഴം അല്ലേ, ജാമുൻ പറഞ്ഞാൽ അതിൻ്റെ ചെടിയാണ്. അപ്പോൾ അതിൻ്റെ പഴം മുഴുവൻ ഇതിലേക്ക് വീണിട്ട് ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. ഞാവളം പഴത്തിൽ ജാമുൻ സ്പാ ബാത്ത് ഡേസു നിറയെ തുമ്പിയൊക്കെ ഉണ്ട്. ഓ ഓ ഓ ഓ ഇതുണ്ടോ? അതെ, ഇറക്കിയതാ കള്ളി പെണ്ണ്. കളിക്കച്ചേ വാച്ചേ. ഇല്ല മോനെ, വാ 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 വാ. വാ വാ. അവിടെ കയറാൻ ഇച്ചിരി ഹൈറ്റ് ഉണ്ടേ, അപ്പോൾ സഹായിക്കാൻ വേണ്ടി ഉണ്ണിയേട്ടൻ ഇറങ്ങി. കുറേ പറഞ്ഞിട്ടാട്ടോ ഇറങ്ങിയത്. എന്നിട്ട് ഇറങ്ങിയപ്പോൾ അവൾക്ക് കയറണ്ടാതെ അച്ഛനെ നനയ്ക്കാൻ. അച്ഛൻ ഫുള്ള് നനഞ്ഞ് കളിക്കാൻ. മതിയാ? ശരി, പറഞ്ഞ ഞാൻ അതിലേ ഇങ്ങനെ നടക്കണം, അപ്പോൾ അവള് വരും. ഓക്കെ, അവിടെ ഇരുന്നോ, ഒന്നും പറ്റില്ല, അവിടെ ഇരുന്നോ. 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അത് കേൾക്കൂല അവള്. ഇനി അച്ഛൻ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോ വേറെ ഡ്രസ്സ് എടുത്തിട്ട് വരാറുണ്ട്, ഇറങ്ങുന്നൊക്കെ തോന്നിയിരുന്നെങ്കിൽ. നോക്ക് നോക്ക്, എന്ത് വേണ്ട പറയടാ, അതേ എൻ്റെ കുട്ടി ചെയ്യുള്ളൂ കേട്ടോ. മതി മതി, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടേ. കളിക്കാൻ വന്നവള് പുറത്തും കാണാൻ വന്നവനുള്ളിൽ. ആ വണ്ടിയുടെ ഒച്ച കേട്ടിട്ട് നോക്കുകയാണേ, ഇവിടെ റേസിങ് നടക്കുന്നുണ്ട്. അതാ അവളായിട്ട് പോകുന്നുണ്ട് കേട്ടോ. മതിന്ന് സമാധാനമുണ്ട്.